بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا ونبينا وشفيعنا رسول الله صلى الله عليه وعلى آله وصحبه والذين اتبعوهم بإحسان علينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وأدبا رب تمم بالخير والسعادة والله ولي التوفيق ومن التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين إني ويسن مسح أعلاه وأسفله خطوطا ويكفي مسمى مسح يحاذي الفرل إلا أسفل الرجل وعقبها إلا أسفل الرجل وعقبها فلا على المذهبي എന്നാണ് قلت حرفه كأسفله والله أعلم. ഇനി തടകേണ്ടത് എങ്ങനെ എവിടെയെന്നാണ് ഇനി പറയുന്നത്. പിന്നെ വയുസന്നു സുന്നത്താക്കപ്പെടും മസഹു അയലാഹു. അപ്പോൾ സുന്നത്തായ രൂപ പറയുന്നത് ഫർലായ രൂപയുടെ ശേഷം പറയും മുസമ്മ മസഹിന് ശേഷം പറയുന്നുണ്ടല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. തല തടവും പോലെ അതിൻ്റെ പുറത്തൊന്നും ഇങ്ങനെ തോണ്ടിയാലും മതി. പിന്നെ എന്നാൽ ഈ രീതിയിലാണ് സുന്നത്ത്. മസഹു ലാഹിരി അയലാഹു, ആ ഹുഫയുടെ മുകൾ ഭാഗത്തിൻ്റെ ലാഹിർ ബാത്തിൻ എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന ലാഹിർ, ഉള്ളില് കാലില് തൊട്ടിരിക്കുന്ന ഭാഗം അത് ബാത്തിനും. അങ്ങനെയാണല്ലോ, ഷൂ പോലെ ധരിക്കുന്ന സാധനമല്ലേ ഹുഫ. അപ്പം അതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ആ ശരീരത്ത് കാലില് തൊട്ട ഭാഗം അത് ബാത്തിന്, ഇത് ലാഹിർ. ആ ലാഹിരി അയലാഹു അസാത്തിരി ലില്ലഹിരിൽ ഖദമി. ആ അയല എന്താണ്? മറച്ചതായിരിക്കണം. കദമിന്റെ ലഹറിനെ മറച്ചത്. കദമ് ഇവന്റെ കാൽപാദം, കദമുൽ ഹുഫല്ല, കദമുൽ റിജില് കാലിന്റെ പാദം. അതിന്റെ ലഹർ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗമാണല്ലോ, അത് അയലാന്ന് പറഞ്ഞ മുകൾ ഭാഗം എന്ത് ചെയ്ത് മറച്ചത്, അതാണ് അസാത്തിരിൽ ലഹരിൽ കദം. അത് തടയുക. വ അസ്വലിഹി, അതിന്റെ അസ്വലും തടയുക. അസ്വല് തടവുമ്പോ ഈ പിന്നെ നിലത്ത് ചവിട്ടുന്ന ഭാഗത്തിനാണല്ലോ അസ്വല് എന്ന് പറയാ. അത് മാത്രല്ല വാഖിബിഹി യുസന്നു മസുഹു അയലാഹു വാസുഫലിഹി വാഖിബിഹി. ആഖിബ് എന്ന് പറഞ്ഞാൽ മടമ്പ് ഭാഗം, പിൻഭാഗം ഹുഫന്റെ. വഹർഫിഹി, അതിന്റെ എന്താണ് വശങ്ങളും. ഹർഫ് വശം. അപ്പൊ ഇത് 4 ഭാഗവും എന്ത് ചെയ്യുക? തടയുക. അല്ല, ഇപ്പൊ 4 പറഞ്ഞു, അയലയും അസ്ഫലും ആഖിബും ഹർഫും. അപ്പൊ ഹുഫ മൊത്തമായല്ലോ. അത്രയല്ലല്ലോ ഹുഫ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് തടകൽ എങ്ങനെ? ഹുത്തൂത്തൻ, വരകളായിട്ട് തടയുക എന്നാ. വരകളായിട്ട് തടയുക എന്ന് പറഞ്ഞാൽ വിരലകത്തി വെക്കുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക, അതാണ്. അല്ലാതെ നമ്മൾ തലതടവും പോലെ പിന്നെ തയമ്മത്തിന് മുഖം കയ്യൊക്കെ തടവും പോലെ ഇസ്തിയാബോടുകൂടെയുള്ള തടകലല്ല. ആ തടകൽ മത്ലൂബായ മഹലിൽ പൂർണ്ണമായും തടകുന്നതല്ല. ആ പൂർണ്ണമായും തടകുന്നത് കറാഹത്താണെന്ന് ശേഷം പറയുന്നുണ്ട്. ഇനി ഖിലാഫുല്ലൗലയാണെന്ന് ശേഷം പറയുന്നുണ്ട്. പിന്നെ ഖുത്തൂത്ത് തന്നെ അതിന്റെ രൂപം എങ്ങനെ? ബിയല. അപ്പൊ ആ മസഹ് ബിയല, അതിന് സൂറത്ത് പറയാ. മസഹിനോട് ബന്ധിച്ച ബിയല യുസ്റാഹു, അവന്റെ ഇടത്തേക്കാൽ വെക്കണം. തഹത്ത ആഖിബിഹി, ആഖിബിന്റെ താഴെയായി വെക്കണം. ആഖിബിന്റെ താഴെ വെച്ചിട്ട് മുന്നോട്ട് വലിച്ചാല്
അപ്പൊ ആക്കിബ് തടയലുണ്ടാവൂലല്ലോ. അപ്പൊ ആ തഹത്തിന് വറാ എന്നർത്ഥം വെക്കുക, ആക്കിബിന്റെ പിന്നിലായി വെക്കുക. അപ്പൊ ഇവന്റെ പിന്നെ ഇവന്റെ ആക്കിബിന്റെ തഹത്തിൽ ഹുഫന്റെ ആക്കിബ് എന്നല്ല. കാരണം ശേഷം പറയുന്നത് അലാ ലഹരി അസാബിഹീന, വിരലിന്റെ ലഹറിന്റെ മുകളിൽ വെക്കുക എന്നാ. വിരല് കാലിനല്ലേ ഉള്ളത്, ഹുഫക്ക് വിരലുണ്ടാവില്ലല്ലോ. അപ്പൊ ആക്കിബ് എന്ന് പറഞ്ഞത് ഇവന്റെ കാലിന്റെ മടമ്പിന്റെ പിൻഭാഗത്തായി വെക്കുക. അപ്പൊ പിൻഭാഗത്ത് വെക്കുമ്പോ എന്തോരും, ഹുഫന്റെ ആക്കിബിന്റെ മുകളിലാവും അല്ലെ. അതായത് ഈ പിന്നെ ഞെരിയാണിന്റെ എല്ലുണ്ടല്ലോ, രണ്ടെല്ല്, കാബ് എന്ന് പറഞ്ഞ്, അതിന്റെ പിൻഭാഗത്തായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണല്ലോ ഈ ആക്കിബ് എന്ന് പറഞ്ഞ്. അപ്പൊ ആക്കിബിന്റെ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നർത്ഥം. അതാണ് യുംനാഹു, അവന്റെ വലത്തെ കൈയിനെ വെക്കുക, അല ലഹരി അസാബിഹി, പിന്നെ അസാബിന്റെ ലഹർ താഴെയല്ല മുകളില്, അതിന്റെ മുകളിലായിട്ടും വെക്കുക. സുമ്മ യുമിറൽ യുംന, പിന്നെ ഇവന്റെ വലത്തെ കൈയിനെ നടത്തുക, ലി സാഖിഹി, ഇവന്റെ സാക്കിന്റെ ഭാഗത്തേക്ക് നടത്തുക. പിന്നെ സാക്കിന്റെ ഭാഗത്തേക്ക് നടത്തുമ്പോ ആ ഹുഫ തീരുന്നിടം വരെ കൊണ്ടുപോകണം. അതാ വൽ യുസ്ര, പിന്നെ ഇടത്തെ കൈയിനെ നടത്തുക, ലി അത്റാഫി അസാബിഹി, അവന്റെ വിരലിന്റെ അറ്റത്തേക്ക് നടത്തുക. അപ്പൊ അറ്റം വരെ തടയണം. ഇങ്ങനെ പിന്നിന്ന് താഴോട്ട് കൊണ്ടുവന്ന് മുന്നോട്ട് വിരലിന്റെ അറ്റം വരെ. വിരലിന്റെ അറ്റത്തു നിന്നല്ലേ മറ്റേ തുടങ്ങിയ മോളിന്ന്, അവിടുന്ന് ഇങ്ങോട്ട് ഹുഫ തീരുന്നവരെ. പിന്നെ അത് പിന്നെ മിൻ തഹത്തു, അത് അടിയിലൂടെ തടകേണ്ടത്. അപ്പൊ യുസ്രനെ ഇമ്രാർ ചെയ്യേണ്ടത് വിരലിന്റെ അറ്റത്തേക്ക് മുകളിലൂടെ അല്ല, കാലിന്റെ അടിയിലൂടെ. മുഫർരിജം ബൈന അസാബി യദൈഹി, അപ്പൊ അതന്നെ എന്താണ്, അവൻ വിട്ടുപിരിച്ചതായ നിലയിൽ, അവന്റെ രണ്ട് കൈയിന്റെയും വിരലുകളെ വിട്ടുപിരിച്ചതായ നിലയിൽ ഇമ്രാർ ചെയ്യുക. സുമ്മ യുമിറൽ യുംന എന്ന് പറഞ്ഞ ആ ഇമ്രാർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബിയി അല്ല എന്ന് പറഞ്ഞ ആ വലുണ്ടല്ലോ, അതിന്റെ ഫായില്, അതിനെ ഹാലാക്കാം മുഫർരിജൻ. അങ്ങനെ മുഫർരിജായി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എന്താണ്, ഇമ്രാർ ചെയ്യുമ്പോഴും മുഫർരിജായിട്ട് അകന്നിട്ട് തന്നെയല്ലേ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇമ്രാർ ചെയ്യുമ്പോൾ അകത്ത് എന്ത് ഇങ്ങോട്ട് വലിക്കണം. അങ്ങനെ ലി ഖബറൈനി ഫീ ദാലിക, രണ്ട് ഹദീസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ സുന്നത്തായ രൂപം ഇങ്ങനെ വന്നത്. പിന്നെ അഹദുഹുമാ സഹീഹുൻ, രണ്ടിലൊന്ന് സഹിയാണ്, ഒന്ന് ലൈഫാണ്. അപ്പോ ഫീ ദാലിക എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ അയലയും അസ്ഫലും ഹുത്തൂത്തായി തടകണം എന്നതിൽ എന്താണ്, രണ്ട് ഹദീസ് ഉണ്ട്, ഒന്ന് സഹിഹാണ് എന്ന് പറഞ്ഞു. ഇനി അത് ലൈഫാന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയാം ഒബി ഫറലി ലുഅഫിഹിമ, അത് രണ്ടും ലൈഫാണെന്ന് വെച്ചാൽ, അങ്ങനെ സങ്കല്പിച്ചാൽ ലൈഫു യുഅമലു ബിഹി ഫിൽ ഫളായിലി, ലൈഫായ ഹദീസ് അതുകൊണ്ട് അമൽ ചെയ്യപ്പെടും, ഫിൽ ഫളായിലി, ഫളായിൽ അമൽ ചെയ്യപ്പെടും. അപ്പോ ഫന്തഫ മാ ഖീല കാനൽ ലൗല അൻ യഖൂല വല്ലക്മലു ബദല യുസന്നു, യുസന്നു മസുഹു അലാഹു എന്ന് പറഞ്ഞതിന് പകരം വല്ലക്കുമലു മസുഹു അലാഹു എന്ന് പറയലായിരുന്നു നല്ലത് എന്ന് ചിലര് പറഞ്ഞു. പറഞ്ഞത് മുന്തഫിയായി. കാരണം എന്താ, ഫളായിൽ അമൽ അമൽ ചെയ്യാൻ പറ്റിയ രണ്ട് ലൈഫായ ഹദീസാണ്. ലിഅന്നഹു ലം യസ്ബുത്ത് ഫീ ദാലിക സുന്നത്തുൻ എന്ന് പറഞ്ഞവര് പറഞ്ഞതിന്റെ വാക്യ, മാഖീലന്റെ വാക്യ. അക്മൽ എന്ന് പറയലായിരുന്നു സുന്നത്ത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, യുസന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്. കാരണം എന്താ, കാനൽ ലൗല എന്ന് പറഞ്ഞതിന് ഇല്ലത്ത് അവർ തന്നെ പറഞ്ഞാൽ അന്നഹു, കാരണം ലം യസ്ബുത്ത് ഫീ ദാലിക, ഈ പറഞ്ഞ കൈഫിയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, സുന്നത്തുൻ സ്വഹിയായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാല് അവിടെ സ്വഹിയായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ലൈഫായ ഹദീസാണുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, സുന്നത്തായ തെളിവ് നടത്താം. ഖുർആന് സുന്നത്ത്, ഇജ്മാ എന്ന് പറയുന്ന സുന്നത്താ. അപ്പൊ ആ തെളിവ് സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ അപ്പൊ പറഞ്ഞത് മുന്തഫിയായി എന്ന് പറഞ്ഞു. അതിനും പുറമെ അലാ അന്നൽ ഫർഖ ബൈനൽ ഇബാറത്തൈനി അജീബുൻ, മുന്തഫിയായി. അതിനും പുറമെ
അല്ലക്മല് എന്ന് പറയുന്നത് യുസന്നു എന്ന് പറഞ്ഞ രണ്ട് ഇബാറത്തിന്റെ ഇടയിലെ ഫർക്ക് വലിയ അത്ഭുതമായിപ്പോയി. കാരണം അല്ല അക്മല് എന്ന് പറഞ്ഞാലും എന്താകണം, സുന്നത്ത് സ്ഥിരപ്പെടണ്ടേ. അക്മല് എന്ന് പറഞ്ഞത് അതിന എന്നൊക്കെ പറഞ്ഞാൽ സുന്നത്തിലെ അക്മലല്ലേ. സുന്നത്തിലെ അക്മലാവുമ്പോ അത് സുന്നത്ത് തന്നെയല്ലേ. പിന്നെ അവിടുന്ന് വേറൊന്ന് മനസ്സിലായി, ഈ ഫലായിൽ അമൽ അമൽ ചെയ്യുക എന്നതുകൊണ്ട് ആ ഹദീസ് കൊണ്ട് ഇപ്പൊ സുന്നത്ത് സ്ഥിരപ്പെടുന്നല്ലേ ഇപ്പൊ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായത്. യുസന്നു എന്ന് പറഞ്ഞതിന് എന്താക്കി, രണ്ട് ഹദീസുണ്ട്, രണ്ടും ലൈഫാന്ന് വെച്ചാൽ ഫലായിൽ അമൽ അമൽ ചെയ്യാം. അപ്പൊ യുസന്നു തന്നെ ആവുന്നല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം. അങ്ങനെ പല അയിമത്തും പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ചില അയിമത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഫലായിൽ അമൽ അമൽ ചെയ്യാനുള്ള ഷർത്ത് പറഞ്ഞിട്ട് ശദീദുൽ ഉർഫ് ആകരുത്, എന്നപോലെ മറ്റൊരു ആമിന്റെ ദാഹത്തിൽ പെട്ടതാകണോ എന്ന പോലെ സുന്നീയത്തിനെ ഇത്തിഖാദ് ചെയ്യരുത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതിന് മനസ്സിലാകുന്ന സുന്നീയത്തിനെ ഇത്തിഖാദ് ചെയ്യാമെന്നല്ലേ. അങ്ങനെയാ. ഇനി വസ്തിയാബുഹു ഖിലാഫുൽ ഔലാ, ആ തടകല് ആമാക്കല് എല്ലാം എന്താണ്, ഹുഫ പൂർണ്ണമായിട്ട് വേണ്ട തടകുക. ജബീറത്തൊക്കെ തടകും പോലെ അത് ഖിലാഫുൽ ഔലയാണ്. ഓ യുക്റഹു തക്റാറു മസഹിഹി, ഹുഫ തടകലിനെ ആവർത്തിക്കല് കറാഹത്തുമാണ്. ഓ യുക്റഹു തക്റാറു മസഹിഹി എന്ന മസഹ് ആവർത്തിക്കല് കറാഹത്താണ്. ഇനി വയക്ഫി മുസമ്മ മസഹിൻ, അപ്പൊ ഒറ്റ തടകലുള്ളൂ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ വയക്ഫി മുസമ്മ മസഹിൻ, മുസമ്മ മസഹ് മതി. നമ്മൾ മുസമ്മ മസഹ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, ഈസാലുൽ ബലലാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. കമാഫിർ റൗസി, റൗസിൽ പറഞ്ഞ പോലെ വമിൻ സമ്മ അജ്സ മസഹു ബഅലി ശഅരിഹി, തലയിൽ പറഞ്ഞതുപോലെ എന്താണ് മുസമ്മ മസഹ് എന്ന് പറയുമ്പോ തലയില് അതിന്റെ ഷാറായാലും എന്ന പോലെ ബഷറായാലും, ബഷറത്ത് തൊലിയായാലും എന്ന പോലെ രോമായാലും മതിയാവുമല്ലോ, തലമുടിയായാലും മതിയാവും. എന്നപോലെ ഈ ഹുഫ തോല് കൊണ്ട് ഉണ്ടാക്കിയതാന്ന് വെക്കുക, ആ തോലില് കുറെ രോമൊക്കെ ബാക്കിയുണ്ട് നിൽക്കുക. അപ്പോഴോ ആ ഹുഫന്റെ മുകളിൽ രോമുണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ മോഡലിൽ ഉണ്ടാക്കിയാണ്. അപ്പൊ ആ രോമം തടയാൻ മതിയാവും, അത് മതിയാവുന്ന വരും. തലയിൽ മുടി തടയാൻ മതിയെങ്കിൽ ഇവിടെ രോമം തടയാലും മതി. അവിടെ മുസമ്മ മസഹ് ഉണ്ടല്ലോ. വമിൻ സമ്മ അജ്സ മസഹ് ബഅലി ശഅരി, ആ ഹുഫന്റെ ഷാരിൽ നിന്നുള്ള ബഅല് തബഅൻ ലഹു അലൽ ഔജഹി, എന്തിനോട് താബിയായിക്കൊണ്ട്, ആ ഹുഫനോട് താബിയായിട്ട്. തല തടയുന്നിടത്ത് അങ്ങനെയാണ്. മതിയാകുന്ന എന്തുകൊണ്ടാ, പിന്നെ തലനോട് എന്താണ്, തൊലിനോട് താബിയായിട്ടാണല്ലോ. അപ്പൊ എന്ന പോലെ തന്നെ ഇവിടെ വൈൻ ബഹസ ജമ്മുൻ അന്നഹു ലാ യുജ്സിഉ ഖത്അൻ, അത് മതിയാവൂല എന്ന് ഖിലാഫില്ലാത്ത നിലയിൽ, അതായത് മതിയാകുമെന്ന് അലൽ ഔജഹി എന്ന് പറഞ്ഞല്ലോ. അപ്പോ മതിയാകുമെന്ന് അലൽ ഔജഹി എന്ന് പറയുമ്പോ മതിയാവൂല എന്നൊരഭിപ്രായം ഉണ്ട്. അപ്പൊ അപ്പറഞ്ഞ ആ ഔജഹിന്റെ സാനിയായ അഭിപ്രായം അല്ല ഈ ജമ്മു ബഹ്സ് ചെയ്തത്. ഈ ജമ്മു ബഹ്സ് ചെയ്യുന്നത് ഖത്അൻ അത് മതിയാവൂല എന്നാണ്, ഖിലാഫില്ല മതിയാവൂല എന്നുള്ളതില്. വലഹു വജ് എന്ന് പറഞ്ഞാൽ തല പോലെ അല്ല എന്നർത്ഥം. വലഹു വജുഹുൻ, ആ ബഹ്സിനൊരു വജുഹുണ്ട്. ബഹ്സിന് വജുഹ് എന്ന് പറഞ്ഞാല് ഇതായിരിക്കും, ഹുഫയില് അങ്ങനെ ഷെയർ ബാക്കി ഉണ്ടാകുക എന്നുള്ള അതിന്റെ ഷെയ്നല്ലല്ലോ. തലയിലാണെങ്കിലോ ഷെയർ ഉണ്ടാകുക എന്നുള്ളതല്ലേ അതിന്റെ ഷെയ്ന്. അപ്പൊ അതായിരിക്കും അത് പറഞ്ഞത്. പിന്നെ മുസമ്മ മസഹിൻ വ ബല്ലിഹി വ ഗസ്ലിഹി, അല്ല വ ബല്ലുഹു വ ഗസ്ലുഹു. യക്ഫി എന്ന് പറഞ്ഞതിന്റെ ഫായില് മുസമ്മ, അതിന്റെ മേൽ അത്ഫ. വ ബല്ലുഹു, അതിനെ നനച്ചാലും മതി. വ ഗസ്ലുഹു, അതിനെ കഴുകിയാലും മതി. ആ ഹുഫയെ നനച്ചാലും മതി, അല്ലെങ്കിൽ യക്ഫി അല്ല. അജ്സ മസ്ഹു ബഅലി ശഅരിഹി എന്ന് പറഞ്ഞില്ലേ, ആ മസ്ഹു ബഅലി ശഅരിഹി അതിന്റെ മേൽ അത്ഫായിരിക്കും. അപ്പൊ അതും മതിയാവും, കഴുകിയാലും മതിയാവും. ബല്ല് നനയ്ക്കാന്ന് പറഞ്ഞാല് അതിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞു എന്നാലും മതി.
പിന്നെ കുരിഹുന ഇവിടെ അത് കറാഹത്താണ്. ഏത് ഈ കഴുകുക എന്നുള്ളത് കറാഹത്താ. തല തടകുന്നിടത്ത് കഴുകല് കറാഹത്തില്ല. കഴിയാല് അവിടെ എന്തുണ്ട് എന്ന് പറഞ്ഞ് അവിടെ മസഹും സിയാദത്തും ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. പിന്നെ മസഹും സിയാദത്തും ഉണ്ട് എന്നാ പറഞ്ഞു. അപ്പോ ഇവിടെ എന്ത് കറാഹത്താണത്. കാരണം എന്താ, ലി അന്നഹു യുഫ്സിദുഹു, ആ കഴുകിയാൽ അത് ഖുഫ കേടുവരുത്തും. ഈ സാധാരണ തോല് കൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ വെള്ളം എന്താണ് കേടുവരുത്താത്ത രീതിയിലല്ല ഗാലിബ് ഖുഫ് ഉണ്ടാക്കുക. ഖുഫ് ഉണ്ടാകൽ തോല് കൊണ്ടും മറ്റുമൊക്കെയാണ്. അപ്പൊ എന്താണ് ലെതറിനാവുമ്പോ കഴുകിയാൽ കേടുവരും. അങ്ങനെ യുജിസി എന്ന പോലെ തന്നെ അതിന്റെ എന്താണ് തുന്നലും ഒക്കെ കേടുവരും. ഈ ഖുഫ എന്താണ് തോലല്ലാത്ത വേറെന്തെങ്കിലും ആണെങ്കിൽ തന്നെ അത് തുന്നലും മറ്റുമൊക്കെ ഇളകുകയും കേടുവരുമൊക്കെ ചെയ്യും. അതുകൊണ്ട് കറാത്തായ യുജിസി മിൻഹു. അപ്പൊ മുസമ്മ മസഹ് മദീന്ന് പറഞ്ഞു. എവിടെ തടകേണ്ടത്? അതാ മഹല്ലുൽ ഫർള് തടകവും വേണം, അത് താഴെയും ആഖിബും ഒന്നും ആകുകയും ചെയ്യരുത്. അങ്ങനെ ഫർള് വീടുന്നിടത്ത് അങ്ങനെ വേണം. നേരത്തെ പറഞ്ഞ സുന്നത്തായ രൂപമാണ് അല്ലെ. അതാ യുജ്സിഉ മസ്ഹു ശൈഇൻ മിൻഹു, ഖുഫയിൽ നിന്നൊരു ഷെയ് തടകിയാൽ മതി. യുഹാദിൽ ഫർള, ആ മഹല്ലുൽ ഫർളിനോട് മുഹാദിയായ ഭാഗമാകണം. അപ്പൊ കാല് കഴുകുക എന്ന് പറഞ്ഞ ആ ജെരിയാണി ഉൾപ്പെടെ എന്ന് പറഞ്ഞില്ലേ, അതിനെ മറച്ചു നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കണോ. എന്താകാൻ പറ്റൂല. ഹുഫയുടെ അതിന്റെ മുകളിലോട്ടുള്ള സാക്കുണ്ടല്ലോ, അതിന്ന് കഴിയാൻ തടയാൻ മതിയാവൂല. അപ്പോ ഫർളിനോട് മുഹാദിയായത് എന്ന് പറയുമ്പോ ഉള്ളും പുറവും ഉണ്ടല്ലോ ഹുഫക്ക് അല്ലെ. അപ്പൊ പറഞ്ഞില്ലേ, പുറമെ കാണുന്ന വാഹിറ്, ബാത്തിന് എന്ന് പറഞ്ഞാൽ കൈയിട്ട് ഉള്ളില് എന്താണ് തടയുക. ആ തൊലി കാലിൽ തട്ടി നിൽക്കുന്ന ഉൾഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് അടങ്ങിയാൽ മതിയാവോ? അത് മതിയാവൂല. അതാ പറഞ്ഞ ഇല്ല ബാത്തിനമായു ഹാദിൽ ഫർള ഇത്തിഫാഖൻ. ഫർളിനോട് മുഹാദിയായത് ലാഹിറന്ന് തടകണം, ബാത്തിന് പറ്റൂല. മായുഹാദി ഒന്നിന്റെ ബാത്തിന്, ഒരു ഭാഗത്തിന്റെ യുഹാദിൽ ഫർള, ഫർളിനോട് മുഹാദിയായത് തന്നെയാണ്, പക്ഷെ ബാത്തിനുള്ളിന്ന് കഴിഞ്ഞിട്ട് തടയാൻ മതിയാവൂല ഇത്തിഫാഖൻ. അവിടെ ഖിലാഫില്ല. ഇല്ല ലാഹിറമായുഹാദി അസ്ഫല റിജ്ലി, കാലിന്റെ താഴ്ഭാഗം, അതായത് ചവിട്ടുന്ന ഭാഗം, അതിന്റെ ലാഹിറ, അതിന് പുറമെ കാണുന്ന അവിടെ മതിയാവൂല. അഖിബഹ, ആ റിജിലിന്റെ പിന്നെ അഖിബ് വഹുവ മുഅഖറുൽ ഖദം, ഖദം കാൽപാദത്തിന്റെ പിൻഭാഗമാണല്ലോ, അവിടെ മതിയാവൂല. ഫലാ യക്ഫി മസ്ഹു ദാലിക, അതിസ്തിനെ ചെയ്തപ്പോ അവിടെ മതിയാവൂല അലൽ മദ്ഹബി, മദ്ഹബ് അനുസരിച്ച്. അപ്പൊ ഇവിടെ എന്താണ് മദ്ഹബ് ഖിലാഫുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇല്ലാ ബാത്തിനമായു ഹാദിൽ ഫർള എന്ന് പറഞ്ഞ ഇത്തിഫാഖൻ, അവിടെ ഈ പറഞ്ഞ ഖിലാഫ് ഇല്ലാതെയാണ്. മദ്ഹബ് എന്ന് പറഞ്ഞാല് അത് എന്താണ് ഹിക്കായത്തിന്, മദ്ഹബിനെ ഹിക്കായത്ത് എന്നതിൽ ഖിലാഫ് ഉണ്ടാകുമ്പോഴാണല്ലോ അലൽ മദ്ഹബി എന്ന് പറയാ. അപ്പൊ അലൽ മദ്ഹബി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഖിലാഫുണ്ട് എന്നർത്ഥം. പിന്നെ ലിഅന്നഹു ലം യരിദിൽ ഇഖ്തിസാറു അലൈഹ, അപ്പൊ അത് മതിയാവൂല എന്ന് പറയാൻ കാരണം എന്താ, അവിടെ മാത്രം തടകിയതായിട്ട് വാരിതായില്ല. അപ്പൊ മോളില് മതിയാവെന്ന് പറഞ്ഞല്ലോ. അത് സബത്ത, ആ ഇഖ്തിസാറ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അലൽ അയല, അയലന്റെ മേലിൽ മാത്രം ഇഖ്തിസാർ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ അസ്ഫലും ആഖിബും അതിന്റെ മേൽ മാത്രം ഇഖ്തിസാർ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ അത് മാത്രം തടയാൻ മതിയാവൂല എന്നാ പറഞ്ഞ്. അയലയിൽ മാത്രം ഇഖ്തിസാർ ചെയ്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ മാത്രം തടയാൻ മതിയാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വേണോ? അയല മാത്രം തടകിയത് ഇഖ്തിസാർ ചെയ്തപ്പോ എന്താണ് മുസമ്മ മസ്ഹ് മദീന്ന് കിട്ടിയല്ലോ. അപ്പൊ തലയിൽ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റൂലേ, മഹല്ലുൽ ഫർളിന്റെ എവിടെയും തടയാൻ മതിയാവുന്ന തലയിൽ ഇപ്പൊ അങ്ങനല്ലേ പറഞ്ഞേ. അപ്പൊ അത് പറയാൻ പറ്റൂല ഇവിടെ. കാരണം എന്താ, വറുഖസു യതഅയ്യനു ഫീഹൽ ഇത്തിബാഉ, ഇത് റുഖ്സയാണ്. റുഖ്സയിൽ ഇത്തിബാ തന്നെ വേണം. എന്താണോ ചെയ്തത് അതേ ചെയ്യാൻ പാടുള്ളൂ റുഖ്സയില്.
അപ്പൊ ഇവിടെ തലയിൽ പറഞ്ഞ പോലെ പറയാൻ പറ്റൂല. തലയിൽ പറഞ്ഞ പോലെ ഇവിടെ പറയാൻ പറ്റൂല. ഇവിടെ ഇക്തിസാർ ചെയ്തതായി സ്ഥിരപ്പെട്ടെടുത്ത് ഇക്തിസാർ ചെയ്യാം, അല്ലാത്തതിൽ പറ്റൂല. ഇനി ഖുൽതു ഹർഫുഹു കഅസ്ഫലിഹി, അപ്പോ ഹർഫ് തടകിയാ മതിയാവോ, വശം തടകിയാ മതിയാവോ? അത് പറ്റൂല. പിന്നെ കഅസ്ഫലിഹി ലിമാദുക്കിറ, മാദുക്കിറ എന്താ, അതിന്റെ മേൽ ഇക്തിസാർ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നല്ലോ. വല്ലാഹു അലം. വലാ മസ്ഹ ലിശാക്കിൻ ഫി ബഖാഇൽ മുദ്ദത്തി ഫൈൻ. ഇനി മുദ്ദ ബാക്കിയുണ്ടോ അല്ലേ എന്ന് സംശയമായ ആള്, അയാൾക്ക് ഇനി തടയാൻ പറ്റൂല്ലേ? അപ്പൊ ബാക്കിയുണ്ടോ എന്ന് സംശയിച്ചാല് ബാക്കി ഉണ്ടാകലാണല്ലോ അസില് എന്ന് വെച്ചാല് തടയാൻ പറ്റുന്നാവും. അല്ല എന്താണ് ബാക്കി ഇല്ലാതിരിക്കല അസില് എന്ന് വെച്ചാലോ അപ്പൊ തടയാൻ പറ്റൂല എന്നാവും. അങ്ങനൊക്കെ അല്ലേ. അപ്പൊ സംശയിച്ചാലും തടയാൻ പറ്റൂല. വലാ മസഹ, തടകൽ ജായിസ് അല്ല ലി ഷാക്കിൻ ഫി ബഖാഇൽ മുദ്ദത്തി, മുദ്ദ ബാക്കിയുള്ളതിൽ. കാൻ ശക്ക ഫി സമനി ഹദസിഹി, സംശയിക്കും പോലെ ആ സംശയം. ഫി സമനി ഹദസിഹി, ഹദസ് ഉണ്ടായ സമയം എപ്പോൾ എന്ന് സംശയിച്ചു. അപ്പൊ അത് ളുഹറിന്റെ ശേഷാണോ അല്ല ളുഹാസ്കാരത്തിന്റെ ശേഷാണോ എന്നിവന് സംശയമായി. അപ്പൊ പിന്നെന്താണ്, രണ്ടാമത്തെ ദിവസം ളുഹറിന്റെ മുമ്പ് ഇവന് സംശയം വന്നു, മുദ്ദ ബാക്കിയുണ്ടോ ഇല്ലേ എന്ന്. അതാ പിന്നെ അന്ന മസഹഹു ഫിൽ ഹലരി അവിസ്സഫരി, അല്ലെങ്കിൽ ഇവന്റെ തടകല് ഹലറിലാണോ സഫറിലാണോ എന്ന് സംശയിച്ചു. എന്നാലും മുദ്ദ ബാക്കിയുണ്ടോ എന്ന് സംശയം വരും. അന്ന മസഹഹു എന്ന് പറയുന്നത് ആരാണ് ആ ആള്? അത് മുസാഫിറാ അല്ലെ? ഇപ്പൊ നിലവിൽ മുസാഫിറാണ്. അപ്പൊ ഇയാളെ ഹലറിൽ തടങ്ങിയായിരുന്നോ എങ്കിലെന്താണ്, ഇയാൾക്ക് ഒരു ദിവസമല്ലേ ബാക്കി മുദ്ദ ഉണ്ടാവുള്ളൂ. അല്ല ഹലറിൽ തടകിയിട്ടില്ല, സഫറിലാ തടയെങ്കിൽ 3 ദിവസം കിട്ടുകയും ചെയ്യും. അപ്പോ അതാണ് ലിഅന്നൽ മസഹ. അപ്പൊ അങ്ങനെ സംശയം വന്നാല് മസഹ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? ലാ മസഹ എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് പറയുന്നില്ല. അന്നൽ മസഹ റുഖ്സത്തുൻ ബിശുറൂത്തിൻ, അത് കുറെ ഷർത്തുള്ള റുഖ്സയാണ്. മിൻഹ ഷുറൂത്തിൽ പെട്ടതാണ് അൽ മുദ്ദത്തു, മുദ്ദ അതിന്റെ ഷർത്തിൽ പെട്ടതാ. ഫൈദാ ശക്ക ഫിഹ, അപ്പൊ മുദ്ദയിൽ സംശയിച്ചാൽ റജഅലി അസ്ലിൽ ഗസ്ലി, അപ്പോ കഴുകുക എന്നുള്ളതാണല്ലോ അസ്ല്, അതിലേക്ക് മടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ തടയാൻ പറ്റൂല എന്നുള്ളത്. പിന്നെ വലാഹിറു കലാമിഹി അന്നശക്ക ഇന്നമാ യംനഉ ഫിഅലൽ മസഹി മാദാമ മൗജൂദൻ ഹത്താ ലൗ സാല ജാസ ഫിഅലുഹു എന്ന് പറയുന്നുണ്ട്. സംശയിച്ചവന് മസഹില്ല എന്നല്ലേ? അപ്പൊ സംശയം നിലവിലുണ്ടാകുമ്പോൾ തടകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സംശയം നീങ്ങിയാലോ പിന്നെ തടകാന്ന് വരും. അപ്പൊ അതാ പറയുന്നത് ലാഹിറു കലാമിഹി, മുസന്നിഫിന്റെ കലാമിന്റെ ലാഹിർ അന്നശക്ക ഇന്നമാ യംനഉ ഫിഅലൽ മസഹി, തടകുക എന്നുള്ള പ്രവൃത്തിക്ക് തടസ്സമാകും സംശയം. അപ്പോ മാദാമ മൗജൂദൻ, ആ ശക്ക് മൗജൂദാണെങ്കിൽ ഉണ്ടെങ്കിൽ ഹത്താലൗ സാല, എത്രത്തോളം? അപ്പൊ ലാഹിർ ഇത് എന്ന് പറഞ്ഞാൽ ലാഹിറു കലാമിഹി എന്നുള്ളതിന്റെ മേൽ തഫ്രിയാണ്. ഹത്താലൗ സാല, ആ സംശയം നീങ്ങിയാൽ ജാസ ഫീലുഹു, അതിന്റെ ഫീല് ആ മസഹ് എന്ന് പറഞ്ഞ ഫീല് ജായിസാണ് എന്ന് വരും. ഫലോഷക്ക മുസാഫിറുൻ, അപ്പോ ഒരു മുസാഫിർ സംശയിച്ചു ഫീഹി, ഏതിലാ ബഖാ ഉൽ മുദ്ദയിൽ സംശയിച്ചു. ഫീ സാനി യൗമിൻ, 2-ാം ദിവസം. സുമ്മസാല, 2-ാം ദിവസം മുദ്ദ ബാക്കിയുണ്ടോ ഇല്ലെന്ന് സംശയിക്കുന്നത് എങ്ങനെ? അതാ ഹലറിലാണോ തടകിയത് അല്ല പിന്നെ സഫറിലാണോ തടകിയത് എന്ന് സംശയം ഉണ്ടായി. ഹലറിലാണെങ്കിൽ ഇപ്പൊ ഇന്ന് തടകാൻ അല്ല, അതെ ഇന്ന് തടകാൻ പറ്റൂലല്ലോ. ആദ്യത്തെ തടകലുണ്ടായത് ഹലറിലാണ്, ഇന്ന് തടകാൻ പറ്റൂല, കാരണം ഇവന് മുഖീമിന്റെ മുദ്ദയിലേ കിട്ടുള്ളൂ. അല്ല സഫറിലാണെന്നുണ്ടെങ്കിൽ ഇന്നും കിട്ടും നാളെയും കിട്ടും. അതാ അങ്ങനെ. സുമ്മസാല, പിന്നീട് എന്തായി? ആ സംശയം നീങ്ങി. ഖബല സാലിസി, 3-ാം ദിവസത്തിന് മുമ്പ് സംശയം നീങ്ങിയാല് മസഹഹു, അവന് ഹുഫ തടകാം. എന്നാല് ഇങ്ങനെയാണ്. അപ്പൊ വലവുഷക്കാന്ന് പറഞ്ഞാൽ ലാഹിറു കലാമിന്റെ മേല് തഫ്രിയാണ്. അങ്ങനെ സംശയിച്ചാൽ ഇങ്ങനെ. എന്നിട്ടോ അപ്പൊ 2-ാം ദിവസം സംശയത്തോടു കൂടെ ഇവൻ തടകി നിസ്കരിച്ചിട്ടുണ്ടെങ്കിലോ, സംശയം നിലവിലുണ്ടാകുമ്പോ തടകാൻ പാടില്ല എന്ന് പറഞ്ഞു.
അപ്പൊ 2-ാം ദിവസം സംശയം ഉണ്ടായിരുന്നു. സംശയം നിലവിലുള്ളതോടുകൂടെ തന്നെ ഇവൻ തടകി നിസ്കരിക്കുകയും ചെയ്തു. അത് മടക്കി നിസ്കരിക്കണം. അഥവാ ആദ, ഇവൻ മടക്കണം മാ ഫഅലഹു, ഇവൻ ചെയ്ത ഒരു നിസ്കാരം. മടക്കി നിസ്കരിക്കല് നിസ്കാരമാണല്ലോ, ഈ ആദത്ത് നിസ്കാരത്തിനുണ്ടാകുക. അതുകൊണ്ട് മാ നിറഞ്ഞൊരു നിസ്കാരം. ഫഅലഹു, അതിനവൻ ചെയ്തിട്ടുണ്ട്. ഫിസാനി, 2-ാം ദിവസം ചെയ്തിട്ടുണ്ട്. മഴ തറദ്ദുദ് ഷക്കോടുകൂടെ ചെയ്ത ആ ഒന്നിനെ മടക്കണം. അൽ മൂജിബി ലിംതിനാഇഹി, ആ എന്താണ് തറദ്ദുദ് നിർബന്ധമാക്കുന്നതാണ്, തേടുന്നതാണ്. ലിംതിനാഇഹി, ആ മസഹിനെ മുംതനിയാണ് എന്നതിനെ തേടുന്നതാണ്. അപ്പൊ മസഹ് പാടില്ല എന്നുള്ളതിനെ തേടുമായിരുന്നു. അപ്പൊ അതോടുകൂടെ തന്നെ എന്ത് ചെയ്ത് ഇവൻ നിസ്കരിച്ച മടക്കി നിസ്കരിക്കുകയും വേണം എന്ന് പറഞ്ഞാല് ആ സംശയത്തോടു കൂടെ ആയതുകൊണ്ട് മസ് ശരിയായിട്ടില്ല, അപ്പൊ അവന്റെ നിസ്കാരം ശരിയായിട്ടില്ല, മടക്കി നിസ്കരിക്കണം. ഇനി വഫിൽ മജ്മൂഇ ലൗശക്ക, മജ്മൂഇല് നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുത്തൻ സംശയിച്ചു ആ സല്ലാബിൽ മസഹി സലാസ സലവാത്തിൻ ഔ അർബഅൻ, തടകിയിട്ട് 3 നിസ്കാരാണോ 4 നിസ്കാരാണോ നിസ്കരിച്ചതെന്നൊരു സംശയം. 4 നിസ്കാരാണോ 3 നിസ്കാരാണോ സംശയം എന്ന് പറഞ്ഞാൽ ളുഹ്റു അസ്റും മഗ്രിബും ആണോ നിസ്കരിച്ചത്? അപ്പൊ 3ആയി അല്ലെ? അല്ല, ളുഹ്റു അസ്റും മഗ്രിബും ഇശായും നിസ്കരിച്ചോ എന്നിങ്ങനെ തടകുകാരെന്ന് പറഞ്ഞാല് അങ്ങനെ തടകിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു? 3ആണോ 4ആണോ? അപ്പൊ 4ആണെങ്കിൽ മുദ്ദ കുറച്ചധികം കിട്ടുകയും ചെയ്യുമല്ലോ അല്ലെ? പിന്നെ അഹദഫി വക്തിൽ മസഹി ബിൽ അക്സരി, മസഹിന്റെ സമയത്തിൽ അക്സർ കൊണ്ട് പിടിക്കണം. അപ്പൊ 4 നിസ്കരിച്ചിട്ടുണ്ട് എന്ന് വെക്കണം. വഫി അദാഇ സ്വലാത്തി, നിസ്കാരം വീട്ടിയോ എന്നതിൽ പിടിക്കണം. ബിൽ അക്കല്ലി, അക്കല്ലുകൊണ്ട് പിടിക്കണം. അപ്പൊ 3 നിസ്കരിച്ചിട്ടുള്ളൂ, ഇനി ഒരു നിസ്കാരം കളാ വിട്ടും വേണം. അങ്ങനെ ചെയ്യണം. ഇഹ്തിയാത്തൻ ലിൽ ഇബാദത്തി ഫീഹിമാ, രണ്ടിലും ഇബാദത്തിന് ഇഹ്തിയാത്ത് എന്നത് കൊടുത്തിട്ട് 2 വിഭാഗത്താണല്ലോ. അപ്പൊ ഇബാദത്തിന് ഇഹ്തിയാത്ത് കൊടുത്തിട്ട് അപ്പോ മുദ്ദ ബാക്കിയില്ലാന്ന് വരും, മുദ്ദ കുറവാണെന്ന് വരും. അപ്പൊ കഴുകിയിട്ട് നിസ്കരിക്കണം എന്ന് വരും, മുദ്ദ തീരുന്നോണ്ട്. മറ്റേത് കളാ വിട്ടുകയും വേണമെന്ന് വരും. അങ്ങനെ പിന്നെ അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം അഖദഫി വക്തിൽ മസഹി എന്ന് പറഞ്ഞത് അതിന്റെ ഉദാഹരണം പറയുന്നു. ഫലവു ആഹിദ ഷർവാനി മസഹ വസല്ലൽ അസ്റ വൽ മഗ്രിബ വൽ ഇശാ. ഉണ്ടോ? അശുദ്ധി ഉണ്ടായി, എന്നിട്ട് തടകി ഒതെടുത്തു, എന്നിട്ട് ഇത് 3 നിസ്കരിച്ചു. വശക്ക തഖദ്ദമ ഹദസുഹു വമസഹുഹു അവ്വല വക്തിൽ ളുഹ്രി, അസ്ർ മഗ്രിബ് ഇശാ നിസ്കരിച്ചു. പക്ഷെ സംശയം എവിടെ? ളുഹ്റിന. ഇശാസ്കാരം കഴിഞ്ഞിട്ട് ഇവന് സംശയം. അവ്വല വക്തുൽ ളുഹ്രി, ളുഹ്റിന്റെ അവ്വല വക്തിൽ എന്താണ് ഇവൻ തടകിയോ ഇല്ല എന്നൊരു സംശയം. സല്ലാഹ ബിഹി, എന്നിട്ട് ആ തടകൽ കൊണ്ട് ളുഹ്ർ നിസ്കരിച്ചോ? അം താഖറ ഇലാ വക്തിൽ അസ്രി, അല്ല തടകിയത് അസറിന്റെ സമയത്താണോ? അലം യുസല്ലിൽ ളുഹ്റ ഫയൽസ, ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല, ഏതുകൊണ്ട് തടകിയിട്ട് ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല. ഇങ്ങനെ വന്നാൽ ഫയൽസമുഹു ഖളാഉഹ, അപ്പൊ ളുഹ്ർ ഏതായാലും ഖളാ വിട്ടണം. ലിഅന്നൽ അസ്ല ബഖാഉഹ അലൈഹി, അത് അതിന്റെ ഉജൂബ് ബാക്കി ഉണ്ടാകലാണ് അസ്ല്. വതജഅലുൽ മുദ്ദ മിൻ അവ്വലി സവാലി, സവാലിന്റെ ആദ്യം മുതൽ മുദ്ദ കൂട്ടും. അപ്പൊ മുദ്ദ കൂട്ടുമ്പോ മുഖീമാണെങ്കിൽ പിറ്റേ ദിവസം എന്തായി? ളുഹ്റായപ്പോ മുദ്ദ കഴിഞ്ഞ്. അല്ല മുസാഫിറാണെ 3-ാം ദിവസം ളുഹ്റാവുമ്പോ എന്തായി? മുദ്ദ കഴിഞ്ഞ്. ലിഅന്നൽ അസ്ല ഖസ്ലുർ റിജ്ലൈനി, കാരണം സംശയം നമ്മൾ പറഞ്ഞില്ല, അത് ഷർത്താണ്. അതിൽ സംശയിച്ചാൽ അത് റുഖ്സയുടെ ഷർത്തിൽ സംശയം ആയതുകൊണ്ട് അസിലേക്ക് മടങ്ങും. അപ്പൊ അങ്ങനെ മടങ്ങി. ഇനി ഇങ്ങനെ പറഞ്ഞു, ഖീല ഹാദാ മുനാഫിൻ, മജ്മൂഇൽ പറഞ്ഞത് എതിരാണെന്ന് പറയുന്നത്. ലിഖൗലിഹിം, അവർ പറഞ്ഞതിനെതിരാ. ലൗ ശക്ക ബഅദ ഖുറൂജി വഖ്തി സലാത്തിൻ ഫീ ഫിഅലിഹാ ലം യൽസമുഹു ഖളാഉഹാ എന്ന് പറഞ്ഞു. ഒരുത്തൻ എന്താണ് സംശയിച്ചു, എന്തിന്റെ ശേഷം? ഒരു നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം സംശയിച്ചു. ഫീ ഫിഅലിഹാ, നിസ്കാരം ചെയ്തോ ഇല്ലേ, നിസ്കരിച്ചോ ഇല്ലേ എന്ന് സംശയിച്ചാല് ലം യൽസമുഹു ഖളാഉഹാ, ആ നിസ്കാരം കളാ വിട്ടൽ നിർബന്ധമില്ല എന്ന് ഖീല ഇൻതഹ എന്ന് പറഞ്ഞതിനെതിരാണ്. കാരണം എന്താ? ഇത് ഇശാന്റെ ശേഷം ളുഹ്ർ നിസ്കരിച്ചോ ഇല്ലേ എന്ന് സംശയമല്ലേ, എന്നിട്ട് ളുഹ്ർ ഇപ്പൊ കളാ വിട്ടണമെന്നും പറഞ്ഞില്ലേ.
അപ്പൊ ഇതെതിരാണ് എന്ന് പറഞ്ഞത് ആ ഇബാദത്തിന്റെ വിഷയത്തിൽ ഇഹ്തിയാത്ത് എന്ന നിലക്ക് നിസ്കാരത്തില് അക്കല്ല് കൊണ്ട് പിടിക്കും എന്ന് പറഞ്ഞില്ലേ. ഫി അദാഇ സ്വലാത്തി ബിൽ അക്കല്ലി, അതെതിരാണ് എന്നാ. വഹുവ ഇഷ്തിബാഹുൻ, എന്നിട്ട് ആ കയ്യിലെ കുറിച്ച് പറയുന്നത് അത് ഇഷ്തിബാഹാണ്. ശുബ്ഹത്ത് എന്താണ്? മാറിപ്പോയതാണ്. അവരങ്ങനെ പറയാൻ കാരണം മാറിപ്പോയതാ. നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം സംസ്കരിച്ചോ ഇല്ല എന്ന് സംശയിച്ചാല് നിസ്കരിക്കേണ്ട, കളാ വീട്ടുണ്ടെന്നല്ല. അവിടെ 2 മസലുണ്ട്. ആ 2ന്റെ ഇടയിൽ ഇൽത്തിബാസ് ആയതാണ്, ഇവർക്ക് മാറിപ്പോയതാ. സാദുക്കുറുഹു, ആ ഒന്നിനെ ഞാൻ ശേഷം പറയും. ഇഷ്തിബാഹുൽ ലിമാ സാദുക്കുറുഹു, ഞാൻ ശേഷം പറയുന്ന ഒന്നുമായിട്ട് ആ ശുബ്ഹത്തുണ്ടായതാണ്, ഇഷ്തിബാഹായതാണ്. ഏത് ഇഷ്തിബാഹ്? ലൗഷക്കബായത ഖുറൂജി വക്തി സലാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്താണ്? മറ്റൊരു മസലയുമായിട്ട്, ലിമാ എന്ന് പറഞ്ഞാൽ മറ്റൊരു മസലയുമായിട്ട് ഇത് ശുബ്ഹത്തായതാണ്. എവിടെ ഞാൻ പറയാ? അവായിലു സ്വലാത്തി പറയും. എന്താണത്? അന്നഹു, ആ മാക്ക് ബയാന്, അന്നഹു ഇൻഷക്ക ഫി ഫിഅലിഹാ ലസിമഹുൽ ഖളാഉ, ചെയ്തോ ഇല്ലേ എന്ന് സംശയമായാൽ ഖളാ നിർബന്ധമാണ്. ഔ ഫി കൗനിഹ അലൈഹി, അല്ലെങ്കിൽ ഇവന്റെ മേൽ ആ നിസ്കാരം ബാക്കിയുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചാൽ ലം യൽസമുഹു, എന്താണ്? അത് നിർബന്ധം ഇല്ല എന്നുമാണ്. മഅൽ ഫർഖി ബൈനഹുമാ, 2ന്റെയും ഇടയിലുള്ള ഫർക്കോടുകൂടെ ഞാൻ അവിടെ പറയും എന്നാ. അപ്പൊ അദ്കുറുഹു മഅൽ ഫർഖി ബൈനഹുമാ, 2ന്റെ ഇടയിലുള്ള ഫർക്കോടുകൂടെ പറയും. അപ്പൊ ഇവിടെ പറഞ്ഞ നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞത് ഈ മസലയല്ല. സമയം കഴിഞ്ഞതിന് ശേഷം സംശയിച്ചാല് ചെയ്തോ ഇല്ല എന്നുള്ള സംശയം ആയാല് നിർബന്ധം ഇല്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെ നിർബന്ധം ഉണ്ട് തന്നെ. ഇയാളുടെ മേലെ നിസ്കാരം ബാക്കിയുണ്ടോ എന്നുള്ളതിലാ സംശയം. ഫി കൗനിഹ അലൈഹി, സംശയത്തിന്റെ രൂപവും കോലവും ഒക്കെ മാറുന്നതനുസരിച്ച് ഹുക്കുമും മാറുമല്ലോ. അപ്പോ നിസ്കാരത്തിൽ സംശയിച്ചു ഫി കൗനിഹ അലൈഹി എന്ന, ആ നിസ്കാരം എന്റെ മേൽ ബാക്കിയുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചാല് അപ്പം എന്ത് ചെയ്യണം? ഇങ്ങനെ വേണ്ടാന്നാ. ഫി കൗനിഹ അലൈഹി എന്ന് പറഞ്ഞാല് ഇവന്റെ ദിമ്മത്തിൽ ബാക്കിയുണ്ടോ ഇല്ലേ എന്ന്. അപ്പൊ ഇല്ലാതിരിക്കല്ലേ, ദിമ്മത്ത് ബരീഅത്തായിരിക്കുക എന്നുള്ളതാണല്ലോ അസല്. അപ്പൊ അതുകൊണ്ട് അവിടെ നിർബന്ധമില്ല എന്ന് പറഞ്ഞത്. മറ്റേ ചെയ്തോ ഇല്ലേ എന്ന് സംശയം ഉണ്ടായാലോ ചെയ്യാതിരിക്കലുമാണ് അസല്. അപ്പൊ ഖളാ വീട്ടണമെന്ന് വരും. അപ്പൊ അതാണ് പിന്നെ 2ന്റെ വ്യത്യാസം. അപ്പൊ ഇത് മാറിപ്പോയത്. അപ്പൊ മജ്മൂഇൽ പറഞ്ഞ എതിരല്ല എന്നർത്ഥം. ഇനി ഫൈൻ അജ്നബ വജബ തജ്ദീദുൽ ഉബ്സിൻ. ഇനി ആ ഉളൂവിനാണല്ലോ ഇത് എന്താണ് തടയുക എന്ന് പറഞ്ഞത്. ഉളൂവിന് തടയുക എന്നാ നേരത്തെ പറഞ്ഞ്. അപ്പൊ ഇനി എന്ത് ചെയ്തു? വലിയ ശുദ്ധി ഉണ്ടായി. ഔ ഹാല, അല്ലെങ്കിൽ ഹൈലുണ്ടായി. ഔ നുഫിസ, അല്ലെ നിഫാസ് ഉണ്ടായി. ആർക്ക്? ലാബിസുഹു, ഈ ഹുഫ ധരിച്ച ആളിന്. ആണായാലും പെണ്ണായാലും. പെണ്ണിനും ധരിക്കാലോ ഹുഫ, ശർത്തത്തെ തടകാലോ. ഫി അസിനായിൽ മുദ്ദത്തി, മുദ്ദന്റെ ഇടയിൽ വെച്ച് ജനാബത്തുണ്ടായി. എന്നാൽ വജബ അലൈഹി, അതിനാ മുദ്ദന്റെ ഇടയിൽ വെച്ച് എന്ന് പറഞ്ഞത് അത് ഈ ജനാബത്തിന്റെ പേരിൽ എന്താണ് പിന്നെ ലുബുസ് തജ്ദീദാകാൻ പറഞ്ഞതാ. മുദ്ദ തീർന്നാൽ ഏതായാലും തജ്ദീദ് ലുബുസ് വേണല്ലോ. അപ്പൊ അതല്ല ഇത് എന്നർത്ഥം. ഫി അസ്നാഇൽ മുദ്ദത്തി വജബ അലൈഹി ഇൻ അറാദൽ മസഹ, അത് നിർബന്ധപ്പെടാ മസഹ ഉദ്ദേശിച്ചാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഊഫ ധരിക്കുന്നതിനെന്താ? അല്ലാതെ ജനാബത്തുണ്ടാവുമ്പോ തന്നെ എന്താണ് അഴിച്ച് ഊഫ ധരിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. അത് തടകാൻ വിചാരിച്ചാല് പറ്റൂല. എന്താക്കണം? ഇത് അഴിച്ച് ധരിച്ചിട്ട് പിന്നെന്താക്കണോ? അഴിച്ച് ധരിക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ഒളുവൊക്കെ ഉണ്ടാക്കണോ അല്ലെ? ധരിക്കുമ്പോ തുഹറിന്റെ മേലെ, കാമിലായ തുഹറിന്റെ മേലായിരിക്കണ്ടേ. അപ്പൊ ആ ഷർത്തൊക്കെ അനുസരിച്ച് വീണ്ടും ധരിച്ചിട്ട് പിന്നെ തടകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഒളുവിനെ തടകാൻ പറ്റുള്ളൂ എന്നർത്ഥം. പിന്നെ തജ്ദീദുൽ ഉബ്സിൻ ബിഅൻ യൻസിഅഹു, തജ്ദീദ് അങ്ങനെ, ആ തജ്ദീദ് ആദ്യം ഊരണം. വയതതഖറ, എന്നിട്ട് തുഹർ വരുത്തണം. തുഹർ വരുത്തണം എന്ന് പറഞ്ഞാല് ആ നേരത്തെ പറഞ്ഞ ഹൈദുൻ നിഫാസും ജനാബത്തായി എന്നെല്ലാം കുളിക്കണം. കാരണം കാമിലായ തുഹർ വേണ്ടേ. പിന്നെ ജമിയുൽ ബദനില് അങ്ങനെ. സുമ്മ യൽബസ്, പിന്നെ ധരിക്കുക. വലാ യുജ്സിഉഹു ലിമസഹി ബഖിയ്യത്തിൽ മുദ്ദത്തി അൽ ഗസ്ലു ഫിൽ ഖുഫി. എന്നാല് അവിടെ അഴിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഉള്ളിലിട്ടാൻ കഴിയാ പോരെ? തജ്ദീദുൽ ഉബ്സ് ഇത് അഴിച്ച് ധരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? അതിന്റെ ഉള്ളിലിട്ടാൻ കഴിയാ പോരെന്ന്. അത് പറ്റൂല എന്ന് പറയുന്നത്. വലാ യുജ്സിഉഹു മതിയാവൂല. ലിമസഹി ബഖിയ്യത്തിൽ മുദ്ദത്തി, ഈ മുദ്ദന്റെ ബാക്കിയുള്ളത് തടകാൻ. കാരണം ഈ അസ്നാ ഉൽ മുദ്ദയിലാണല്ലോ
ഇപ്പൊ ജനാബത്ത് ഇതൊക്കെ ഉണ്ടായതാ. അപ്പോ ഇനി ബഖിയ്യത്തുൽ മുദ്ദ ഉള്ളത്. അപ്പൊ ആ ബാക്കിയുള്ള മുദ്ദ ആ സമയത്ത് തടയുന്നതിന് വേണ്ടി ഇത് കാലായിട്ട് ഉള്ളിലിട്ട് കഴിയാ പോരാ. ഗസ്ലു പോരാ. ഫിൽ ഖുഫി, ഖുഫന്റെ ഉള്ളിലിട്ടുകൊണ്ട് കാലായി തന്നെ ഊരാതിട്ടുകൊണ്ട് കഴിയാ മതിയാവൂല. ലിഅന്ന നഹ്വൽ ജനാബത്തി ഖാത്തിഉൻ ലിൽ മുദ്ദത്തി, കാരണം ജനാബത്ത് പോലത്തെ ഹൈല് നിഫാസ് ഇതെല്ലാം മുദ്ദയെ മുറിക്കുന്നതാ. മുദ്ദയെ മുറിക്കാൻ കാരണം എന്താ? ലിൽ അംരി ബിൻ നസ്ഇ മിൻഹ, ജനാബത്തിൽ നിന്ന് ഖുഫ ഊരണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്, ഹദീസിലുണ്ട്. പിന്നെ അദ്ദാലി, ആ അമ്ര അറിയിക്കുന്നതാണ് അല അദ്മി ഇജ്സാഇ ഗൈരിഹി, ഊരണം എന്ന് കൽപ്പിച്ചാൽ ഊരനല്ലാതെ വേറെ മാർഗം ഇല്ലെങ്കിലാ. അല്ലെങ്കിൽ പിന്നെ ഊരണം എന്ന് കൽപ്പിക്കൂല, ഉള്ളിൽ നിന്ന് എന്ത് കഴുകണം എന്നല്ലേ പറയുള്ളൂ. അപ്പൊ എന്താണ്? ഊരി തന്നെ കഴുകണം, അതിന്റെ ഉള്ളിലിട്ട് കഴിയാൻ പോരാ. അതിനും പുറമെ വലിയന്ന ലാ തക്കറു തക്കറൂർ അൽ ഹദസിൽ അസ്ഗരി, പിന്നെ ജനാബത്ത് പോലത്തത് അത് ചെറിയ അശുദ്ധിന്റെ എന്താണ് തക്കറാറാകാത്ത സംഗതിയാ. അപ്പൊ അതുകൊണ്ട് ആ ഊര് തന്നെ വേണം. ഊരുന്നതിലും വശക്കത്തില്ല എന്നർത്ഥം. അപ്പൊ ഒരിക്കൽ ഊരിയാ മതിയല്ലോ. പിന്നെ വൈന്നമാലം യുഅസ്സിർ ഫി മസ്ഹിൽ ജബീറത്തി ലിഅന്നൽ ഹാജത്ത ഫീഹ, എന്നാല് ഈ ജനാബത്ത് പോലത്തെ ജബീറത്ത് തടകുന്നതിന് എന്തല്ല അതിൽ തൈസീർ ചെയ്തില്ല. അതായത് ജബീറത്ത് തടകണോ, ഇവന്റെ ഒളുവിന്റെയോ ആ ഒളുവിന്റെ അവയവത്തിൽ എന്ത് കെട്ടുണ്ട് വെക്കാം, എന്നിട്ട് ജബീറത്ത് തടകി ഒളുവെടുത്തത് അതിന്റെ ഇടക്ക് എന്ത് ചെയ്തു? ജനാബത്തിന്റെ. അപ്പൊ ജബീറത്ത് അഴിച്ച് ഈ പറഞ്ഞ പോലെ ശുദ്ധി വരുത്തി പിന്നെ കെട്ടണോ? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ജബീറത്ത് ഹുഫയും തമ്മിൽ എന്താ വ്യത്യാസം? അതാ ഇന്നമാലം യുഅസ്സിർ, ആ ജനാബത്ത് പോലത്തെ തൈസീർ ചെയ്തില്ല എന്ന് പറഞ്ഞാല് അവിടെ കത്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല, നേരെ മുദ്ദ കത്ത് ചെയ്യും. അതുപോലെ ഇവിടെ വന്നില്ല ഈ മസഹിൽ ജബീറത്തിൽ അന്നൽ ഹാജത്ത ഫിഹാ അശദ്ദു, കാരണം ആ ജബീറത്തിലുള്ള ആവശ്യം ശക്തിയാണ്, അത് പലപ്പോഴും സംഭവിക്കുന്നതാ. അതുകൊണ്ട് ജബീറത്ത് വെച്ച് കെട്ടിയത് അഴിക്കൽ പ്രയാസമാണ്. അല്ലെ, കൈ പൊട്ടിയതിന് എല്ല് പൊട്ടിയതിനൊക്കെ ആയിരിക്കും വെച്ച് കെട്ടിയിട്ടുണ്ടാവുക, എല്ലൊടിഞ്ഞതിനൊക്കെയാണ് വെച്ച് കെട്ടിയിട്ടുണ്ടാവുക. അപ്പൊ എല്ലൊടിഞ്ഞതിന് വെച്ച് കെട്ടിയാൽ പിന്നെ ജനാബത്തുണ്ടാകുമ്പോൾ അഴിക്കണം എന്ന് പറഞ്ഞ പ്രയാസമല്ലേ. അപ്പൊ അതല്ലേ അന്നൽ ഹാജത്ത ഫിഹ അശദ്ദു. പിന്നെ എന്തിലേക്കുള്ള ഹാജത്ത്? മസഹിലേക്കുള്ള ഹാജത്ത് എന്താണ്? ആ ജബീറത്തില് ആ ശക്തിയാണ്, അതുകൊണ്ട് ഊരണ്ടാന്ന് പറഞ്ഞു, തൈസീർ ചെയ്തില്ല. അശക്കു, ഹാജത്തിന്റെ മേലത്തഫ്, അതിലേക്കുള്ള അത് ആ ജബീറത്ത് അഴിക്കുക എന്നുള്ള വലിയ പ്രയാസമാണ് ഹുഫ് അഴിക്കുന്നതിനെ അപേക്ഷിച്ച്. പിന്നെ ഇനി വലൗ തനജ്ജസ, ഈ കാല് രണ്ട് നജസായി. അപ്പൊ കാല് നജസായാല് അത് കഴുകുന്നതിന് പകരം എന്താക്കി? തടയാ മതിയാവൂല എന്ന് മുമ്പ് പറഞ്ഞല്ലോ. അന്ന് ഞാൻ അവിടെ പറഞ്ഞപ്പോ ഹുഫ നജസായി എന്നാ പറഞ്ഞല്ലേ. അപ്പൊ നിലത്തുറച്ചാൽ മതിയാവൂല, അതല്ല, വേണേ വെക്കാം. പിന്നെ അപ്പൊ കാല് രണ്ട് നജസായി, എന്നാല് ഹുഫ ധരിച്ചിട്ടുണ്ട്, അതിന്റെ ഹുഫന്റെ മുകളിൽ തടയാൻ മതിയാവോ? കാല് ഹദസിനെ തൊട്ട് കഴുകുന്നതിന് പകരമാണ് ഹുഫ തടകുന്നത്. എന്നുപോലെ നജസിനെ തൊട്ട് കഴുകുന്നതിന് പകരം ഹുഫ തടയാൻ മതിയാവോ? അത് മതിയാവൂല. അപ്പൊ എന്ത് ചെയ്തു? ഇവനെന്ത് ചെയ്തു? ഇതിന്റെ ഉള്ളിലിട്ട് തന്നെ കഴുകി. ഫഗസലഹുമ, രണ്ട് കാലിനെയും കഴുകി, ഫീഹി, ഹുഫയിലിട്ടുകൊണ്ട് കഴുകി. എന്നാൽ ബഖിയ്യത്തുൽ മുദ്ദത്തു, മുദ്ദ ബാക്കി ഉണ്ടാകും. അപ്പൊ മുദ്ദന്റെ ഇടയിലാണ് നജസായത്. ആദ്യം ധരിക്കുമ്പോ തുഹറോടുകൂടെയാണ് ധരിച്ചത്, എന്നിട്ടോ ഇങ്ങനെ. അപ്പൊ ലവ് തനജ്ജസാൽ മുദ്ദ എന്നർത്ഥം. അപ്പൊ മുദ്ദ ശേഷിക്കും. ലിൽ അംരി ബിൻ നസ്ഇ ഫിൽ ജനാബത്തി ദൂനൽ ഖുബുസി, കാരണം ജനാബത്ത് ഉണ്ടായാൽ അഴിക്കണം എന്നേ ഹദീസിലുള്ളൂ, നജസായാൽ അഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ളിലിട്ട് കഴിയാലും മതി, അതാ വ്യത്യാസം. വലൈസ ഹുവ ഫി മഅനാഹ, ഈ ഖുബുസ് എന്ന് പറഞ്ഞ നജസ് എന്ന് പറഞ്ഞത് അല്ല ഫി മഅനാഹ, ജനാബത്തിന്റെ മഅനയിലും അല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അഴിക്കണ്ട. ഇനി വമൻ നസഅ വഹുവ ബിതുഹ്രിൽ മസ്ഹി ഗസല ഖദമൈഹി വഫി ഖൗലിൻ യതവല്ലഊന. ഇനി ഇവനെന്ത് ചെയ്തു? വേറെന്താ ആവശ്യത്തിന് ഹുഫ അഴിച്ച് നിൽക്കുക. ഇവന് മസഹിന്റെ തുഹറുണ്ട്, ഇവൻ മുത്തത്തഹിറാണ്, എന്നിട്ട് വേറെന്തോ ആവശ്യത്തിന് അഴിച്ച്. ഇനി അഴിച്ചാൽ ആദ്യം പോലെ ഒളുവെടുത്തിട്ട് ധരിക്കണോ? അതേ കാല് മാത്രം കഴിയാൽ മതി? കാല് മാത്രം കഴിയാൽ മതി, അതാ പറഞ്ഞു റാജി. അങ്ങനെ ഓബി തഹ്റിൽ മസഹി ഗസല ഖദമൈഹിന്ന്. വമൻ നസഅ ഖുഫൈഹി, രണ്ട് ഖുഫ അഴിച്ചോ, വാഹിദഹുമാ, അല്ലെ രണ്ടിലൊന്ന്, വലൗലി ഖുബുസിൻ,
അതിപ്പോ എന്താണ് നജസ് പറ്റിയത് കഴുകാൻ വേണ്ടിയാണെങ്കിലും പിന്നെ ലം യുംകിൻഹു ഗസ്ലുഹു ഫിൽ ഖുഫി, അവന് ഖുഫയുടെ ഉള്ളിലിട്ടുകൊണ്ട് കഴുകൽ സാധ്യമായിരുന്നില്ല എന്നിട്ട് അഴിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇവൻ അഴിക്കൽ വാജിബായ അവസ്ഥയിലാണ് അഴിച്ചത്. ഉള്ളിലിട്ട് കഴുകാൻ പറ്റുമ്പോ ഊരിയാല് വാജിബായ അവസ്ഥയിൽ ഉള്ളിൽ കഴുകാൻ മതിയായിരുന്നല്ലോ. ഇത് ഉള്ളിലിട്ട് കഴുകാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്തു? അഴിച്ചതാണെന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി അഴിച്ചതാണ്, ദറൂറത്തിന്റെ അവസ്ഥയാണ്. ആ വിംഫത്തഹ ബഅലു ഷറജി, അല്ലെങ്കിൽ ആ ഷറജ് എന്ന് പറഞ്ഞാൽ ഉറുവത്ത്, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ആ ഉറുവത്തിൽ നിന്ന് ബഅല് മുംഫത്തിഹായി തുറന്നു. ഷറജ് എന്ന് പറഞ്ഞാല് ഉറുവത്ത് എന്നാ. പിന്നെ അയിൽ ഉറ എന്നാണ് ഷറജ് എന്ന് പറഞ്ഞ ഉറ. ആ ഉറ എന്നുള്ളതിന് ഞാൻ ആ ദ്വാരം എന്നാ പറഞ്ഞത്, അവിടെ അർത്ഥം പറഞ്ഞ്. അത് അർത്ഥം പറയാന് ഷെർവാനി അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഇവിടെ അറിയിക്കുന്നുണ്ട്. ഇംഫത്തഹ എന്ന് പറഞ്ഞാൽ തുറക്കുക എന്ന് പറഞ്ഞ ദ്വാരല്ലേ തുറക്കുക, അല്ലാതെ അത് കെട്ടുന്ന കയറല്ലല്ലോ. അപ്പൊ ആ ദ്വാരം തുറന്നു. അപ്പൊ ദ്വാരം തുറന്നിട്ട് എന്തുണ്ടാവും? ദ്വാരം തുറന്നാൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും. പിന്നെ ഔലാഹറ ബാലൂർ രിജിലി, അല്ലെങ്കിൽ ഇപ്പം നടന്നപ്പോ കാല് കുറച്ച് കണ്ടു, ബാലൂർ രിജിലി. അവിൽ ലിഫാഫത്തു അലൈഹ, അല്ലെങ്കിലോ അതിന്റെ മുകളിൽ കെട്ടിയിരുന്ന ലിഫാഫത്ത് ലാഹിറായി. ആ ബാലൂർ രിജിലി അവിൽ ലിഫാഫത്ത് അലൈഹ, അല്ലെ കാലിന്റെ മേൽ കെട്ടിയിരുന്ന ലിഫാഫത്ത് കുറച്ച് കണ്ടു. അപ്പൊ ലിഫാഫത്ത് കണ്ടു എന്ന് പറഞ്ഞപ്പോ നമ്മളെ സോക്സൊക്കെ ലിഫാഫത്താണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ അത് കണ്ടാൽ തന്നെ എന്താക്കണം, ഇനി കാല് കഴുകണമെന്ന് അറിയുന്നത്. അയ് വലം യസ്തുറുഹു ഹാലൻ, പിന്നെ അപ്പൊ തന്നെ എന്ത് ചെയ്തതുമില്ല, മറച്ചതുമില്ല എന്ന്. ആ റിജിലിന്റെ ബാല് കാണുക, അല്ലെ ലിഫാഫത്തിന്റെ ബാല് കാണുക എന്ന് പറഞ്ഞത് അപ്പൊ തന്നെ പെട്ടെന്ന് മറച്ചതുമില്ല. പെട്ടെന്ന് മറച്ചാൽ പിന്നെ കഴിയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അത് ഔറത്ത് കണ്ടാൽ അങ്ങനെയാണല്ലോ. അപ്പൊ ഇല്ല, അങ്ങനെ പെട്ടെന്ന് മറച്ചെങ്കിൽ എഹിത്തമലൽ അഫു അൻഹു, ആ ലുഹൂറിനെ തൊട്ട് അഫുവ് അതിന് സാധ്യതയുണ്ട്, എഹ്തിമാലുണ്ട്. ലാഹറ ബാലു എന്ന് പറഞ്ഞാൽ അതിനറിയപ്പെട്ട ലുഹൂറാണ്. ആ ബാലിന്റെ ലുഹൂറിനെ തൊട്ട് അഫു ഉണ്ട്. ഏതുപോലെ നളീറമായ തീവി കശ്ഫി റീഹ് കശ്ഫ് ചെയ്യുന്നതിൽ ശേഷം വരുന്ന ഒന്നിന്റെ നളീർ. എന്തിനെ കശ്ഫ് ചെയ്തു? രീഹ് കാറ്റലി സാത്തിരിൽ ഔറത്തി, ഔറത്തിന്റെ സാത്തിറിന് കശ്ഫ് ചെയ്തു. അവിടെ വരുന്ന ഒന്നെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മറച്ചാൽ നിസ്കാരം പാത്തിലാവില്ല. നിസ്കരിച്ചോണ്ടിരിക്കുക, കാറ്റടിച്ച് എന്താണ് ഔറത്ത് കണ്ട് പെട്ടെന്ന് തുണി കൊണ്ട് മറച്ച് നിസ്കാരം പാത്തിലാവില്ല. പെട്ടെന്ന് മറച്ചില്ലെങ്കിൽ അപ്പൊ പാത്തിലാകുകയും ചെയ്യും. വഹിത്തമലൽ ഫർക്കു, അത് എഹ്തിമാലുണ്ട് എന്ന് പറഞ്ഞു. എഹ്തമലൽ അഫു, അതിന്റെ മേലെ അത്തുവ ഫർക്കു എഹ്തിമാലുണ്ട് ഇവിടെ അവിടെ ആയിട്ട്. ബി അന്നഹാദ നാദിറുൻ ഹുന, ഇവിടെ ഹുഫയില് അങ്ങനെ എന്താണ് വെളിവാകല് നാദിറാണ്. ബി ഖിലാഫിഹി ദമ്മ, നിസ്കരിക്കുമ്പോ അങ്ങനെ തുണി മാറലൊക്കെ എന്താണ് അതിന് ആതിറുമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പിന്നെ പെട്ടെന്ന് മറച്ചിട്ടും കാര്യമില്ല, കഴുകണം എന്നാണ്. വഹുവല്ലതി യത്തജിഹു, ആ ഫർക്കിന് എഹ്തിമാലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫർക്കിനെ തർജിയാക്കുന്ന. വഹുവല്ലതി യത്തജിഹുലി അന്നഹും എഹ്താത്തൂന ബി തൻസീലിൽ ലുഹൂരി ബിൽ ഖുവ്വത്തി അലാ ഖിലാഫിൽ ആദത്തി മൻസിലത്തൽ ലുഹൂരി ബിൽ ഫിഅലി. അതാണ് ലാഹിർ എന്ന് പിന്നെ അപ്പൊ അത് പറഞ്ഞങ്ങനെ അതാണ് മുത്തജിഹ് എന്ന് പറയാൻ കാരണം എന്താ, ലിഅന്നഹും വഹുവല്ലദി യത്തജിഹു ലിഅന്നഹും എഹ്താത്തു, കാരണം അയിമത്ത് എഹ്തിയാത്ത് പറഞ്ഞിട്ടുണ്ട്. ഹുന ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഹുഫന്റെ വിഷയത്തില് ബി തൻസീലുൽ ലുഹൂരി ബിൽ ഖുവ്വത്തി, ബിൽ ഖുവ്വ ലാഹിറാകുക എന്നതിനെ അവരിറക്കി, അതിനെ നിർത്തി. അലാ ഖിലാഫിൽ ആദത്തി, ആദത്തിന് വിരുദ്ധമായും ലാഹിറാകുക എന്നതിനെ നിർത്തി. മൻസിലത്തൽ ലുഹൂരി ബിൽ ഫിഅലി, ബിൽ ഫിഅലി ലാഹിറാകുന്ന സ്ഥാനത്ത് നിർത്തി. അപ്പൊ സംഗതി ബിൽ ഖുവ്വയാണ് ലാഹിറായത്, ആദത്തിന് വിരുദ്ധമായിട്ടാണ്. അതിനൊക്കെ ബിൽ ഫിഅലി ലാഹിറാകുന്ന സ്ഥാനത്ത് നിർത്തി. അതെങ്ങനെ? അത് മുമ്പ് കീറലുണ്ടാകുന്ന സ്ഥലത്ത് പറഞ്ഞില്ലേ, കീറലുണ്ടാവുമ്പോ എന്താണ്, അത് കൂടിയിരിക്കുകയാണ്. പക്ഷെ നടക്കുമ്പോ എന്ത് വരും, അപ്പൊ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കെട്ടണം എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ കാണുന്നില്ല, അപ്പൊ ബിൽ ഖുവ്വ ലാഹിറാണ്. അതിനെയാണ് എന്ത് ചെയ്തത്,
ബിൽഫേൽ എന്ന് പറഞ്ഞ. അതുപോലെ ഖിലാഫുൽ ആദത്ത് ലാഹിറാകുക എന്ന് പറഞ്ഞാൽ മഹല്ലുൽ ഖർസിലൂടെ ലാഹിറാകുക എന്ന് പറഞ്ഞില്ലേ. പിന്നെ മഹല്ലുൽ ഖർസ് എന്ന് പറഞ്ഞ പിന്നെ തുന്നുന്ന സ്ഥലത്തൂടെ കാണല്, അതിനെയൊക്കെ മൻസിലത്തൽ ളുഹൂരി ബിൽ ഫിഅലി. വലം യഹ്താതു ബി നളീരി ദാലിക സമ്മ, അവിടെ ഇതിന്റെ നളീർ കൊണ്ട് എഹ്തിയാത്ത് പാലിച്ചിട്ടില്ല. അവിടെ എന്ന് പറഞ്ഞാൽ കശ്ഫുൽ ഔറത്തിന്റെ അവിടെ. പിന്നെ വസിറുഹു, അപ്പൊ അവര് എഹ്തിയാത്ത് പാലിച്ചു എന്ന് പറഞ്ഞാൽ ആ എഹ്തിയാത്തിന്റെ സിറെന്താ? വസിറുഹു സിറുൽ എഹ്തിയാത്ത് അന്നമാഹുന റുഖ്സത്തുൻ, ഇവിടെയുള്ള റുഖ്സയാണ്. വശക്കു ഫി ഷർത്തിഹ യൂജിബു റുജൂഅ ലിൽ അസ്ലി. വശക്ക മാഹുന എന്ന് പറഞ്ഞാൽ ആ മാന്റെ മേലെത്തുക, അപ്പൊ അന്നന്റെ ഇസ്മാണല്ലോ. വശക്ക ഫി ഷർത്തിഹ, ആ റുഖ്സന്റെ ഷർത്തിൽ സംശയിക്കല് യൂജിബു റുജൂഅ ലിൽ അസ്ലി, അസ്ലിലേക്ക് മടങ്ങലിനെ വാജിബാക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. വലാ കദാലിക സത്രുൽ ഔറത്തി, ഔറത്ത് മറക്കൽ അങ്ങനെയല്ല, റുഖ്സയല്ല. പിന്നെ അതുകൊണ്ട് തന്നെ അതിന്റെ ഷർത്തിൽ സംശയിച്ചാൽ അസിലേക്ക് മടങ്ങാനുമില്ല, അവിടെ വേറെ അസിലില്ലല്ലോ. റുഖ്സയാണെങ്കിലല്ലേ വേറെ അസിലുണ്ടാകുക. ഇനി ഔ താല സാഖുൽ ഖുഫി, അതെന്തിന്റെ മേലെ അത്തുഫ? വമൻ നസഅ എന്ന് പറഞ്ഞ നസഅന്റെ മേലെ അത്തുഫ. അപ്പൊ മൻ താല സാഖുൽ ഖുഫി, ഖുഫയുടെ സാക്ക് ദീർഘമായി, അലാ ഖിലാഫിൽ ആദത്തി, പതിവിന് അധികമായി. അതായത് സാധാരണ ഖുഫക്ക് എന്താണ് നിസ്ഫുസാക്ക് വരെ ഉണ്ടാകുക എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിസ്ഫുസാക്കിന്റെ മുകളിലേക്ക് ഉണ്ട് ഇത് ഖുഫ. ഫ എന്നിട്ട് ജുരിഹത്ത് റിജ്ലു ഇലാ ഹദ്ദിൻ ലൗകാന മുഅ്താദൻ ലലഹറ ശൈഉം മിൻഹാ, എന്നിട്ട് എന്ത് ചെയ്തു? റിജ്ല് മുറിവായി. ഇലാ ഹദ്ദിൻ അല്ല, ഖറജത്ത് റിജ്ലു എന്നല്ലേ, ഖറജത്ത് റിജ്ലു, എൻ്റെ ഇതിൽ ഖ അല്ല കിതാബില്. എന്നിട്ട് റിജ്ല് പുറപ്പെട്ടു, അതായത് ഈ ഊരുന്നതിന്റെ ഒരു രൂപ പറയുന്നത്. ഖറജത്ത് റിജ്ലു, റിജ്ലു പുറപ്പെട്ടു. ഇലാമ ഒരു മൗലയിലേക്ക് പുറപ്പെട്ടു എന്നാ, അല്ല ഇലാ ഹദ്ദിൻ, ഇലാമാന്നല്ലോ, ഇലാ ഹദ്ദിൻ ഒരു പരിധിയിലേക്ക് പുറപ്പെട്ടു, അതായത് കുറച്ചിങ്ങോട്ട് വലിച്ചൂരി നടത്താം. ലൗകാന മുഅ്താദൻ, ആ ഖുഫ മുഅ്താദ, അതിന്റെ സാക്ക് മുഅ്താദായിരുന്നെങ്കിൽ ലലഹറ ശൈഉം മിൻഹാ, ആ റിജ്ലിൽ നിന്നൊരു ഷൈഅ് ലാഹിറാകും. അപ്പൊ അത്രയും എന്ത് ചെയ്ത് മുകളിലേക്ക് കണ്ട് ഊരി നിർത്താം. അപ്പൊ ആ സാധാരണ ഉണ്ടാകുന്നൊരു ഹദ്ദുണ്ടല്ലോ, അതിനേക്കാളും മുകളിലേക്ക് കാലാണ്ട് ഊരി. പക്ഷെ ഇപ്പൊ അതിന്റെ സാക്ക് ദീർഘമായതുകൊണ്ട് ഖുഫേന്ന് പുറത്തേക്ക് വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. അതിപ്പോ ഇതിൻ്റെത് തൊഴിലായതുകൊണ്ട് കാണായ്യ. എന്നാല് അവിന്തഹത്തിൽ മുദ്ദത്തു, അല്ലെ മുദ്ദ കഴിഞ്ഞു, മുദ്ദ തീർന്നു, ഒരു ദിവസം അല്ലെ 3 ദിവസം. വലവ് എഹ്തിമാല്, അത് എഹ്തിമാലിലാണെങ്കിലും ശരി. എഹ്തിമാൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സംശയം പറഞ്ഞില്ലേ, അത് എഹ്തിമാലാണല്ലോ. അങ്ങനെ മുദ്ദയിൽ സംശയിച്ചു, എന്നാൽ ബത്തല മസഹു, മസഹ ബാത്തിലായി. മസഹ ബാത്തിലായി എന്ന് പറഞ്ഞാൽ ഇക്കാരണങ്ങളെ കൊണ്ടൊക്കെ മസഹ അവസാനിച്ചു. ഇനി എന്താക്കണം? പുതിയ മുദ്ദ തുടങ്ങണം. അപ്പൊ അതിന്റെ ഷർത്തൊക്കെ പാലിച്ച് ധരിച്ച് പിന്നെ വരണം. അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ എന്താണ്? പിന്നെ അശുദ്ധി ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഇത് തീർന്നാലും മസഹ ബാത്തിലായി എന്ന് പറഞ്ഞ്. അപ്പൊ ഇഞ്ഞ് ഖുഫ അയച്ചിട്ട് കഴുകണം. അതാ ഫയൽസമുഹു, അപ്പൊ ഇവന് നിർബന്ധമാണ് ഇസ്തീനാഫു മുദ്ദത്തിന്, ഒരു മുദ്ദ തുടങ്ങല്, ഉഖ്റ മറ്റൊരു മുദ്ദ തുടങ്ങൽ. സുമ്മ ഇൻ വജദ വാഹിദും മിമ്മാ ഉജിദ വാഹിദും മിമ്മാ ദുക്കിറ, പിന്നെ അപ്പൊ പുതിയ മുദ്ദ തുടങ്ങണം എന്ന് പറഞ്ഞ്. പുതിയ മുദ്ദ തുടങ്ങാന് കാല് കഴിയാൻ മാത്രം മതിയാകുന്നത് കൊണ്ട് ഒളുണ്ടാക്കേണ്ട നിർബന്ധമുള്ളത് കൊണ്ട് അതാ ഞാൻ പറയുന്നത്. സുമ്മ ഇൻ ഉജിദ വാഹിദും മിമ്മാ ദുക്കിറ, ഇപ്പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നുണ്ടായോ? ഒന്നീ മുദ്ദ കഴിഞ്ഞ്, അല്ലെങ്കിൽ സാക്ക് തവീലായിരുന്നു എന്നിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് പുറപ്പെടിച്ചു, അല്ലെങ്കിൽ ഹുഫ ഊരി, ഈ പറഞ്ഞതൊക്കെ. വഹുവ ഇവനാകുന്നത് ബി തുഹുരിൽ മസഹി, മസഹിന്റെ തുഹറിലാണ്, മസഹിന്റെ തുഹറിലാണ്. അതായത് ഇപ്പൊ നിലവിൽ ഇവൻ എന്താണ്? ഇവൻ ഒളുണ്ട്. ആ ഒളു പൂർത്തിയാക്കിയത് എങ്ങനെ? ഹുഫ തടകിയിട്ടാണ്. അപ്പൊ മസഹിന്റെ തുഹറുണ്ട്. വൈൻ ഗസല ബഅദഹു റിജ്ലൈഹി, അതിന്റെ ശേഷം ഇവൻ കാല് കഴുകിയിട്ടുണ്ടെങ്കിലും ശരി. അതായത് പിന്നെന്ത് ചെയ്തു? ഇവനൊരു ഒളു എടുക്കേണ്ടി വന്നു. ഒളു എടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ മസഹിന്റെ തുഹർ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ കാല് കഴുകലുണ്ടാകുക? ഒന്നീ വെറുതെ കാല് കഴുകി, അല്ലെങ്കിലോ ആ ഒളു തജ്ദീദാക്കി, അപ്പൊ കാല് കഴുകി.
അപ്പോ ലിഅന്നഹു ലം യഗ്സിൽഹുമാ ബിഇഅ്തിഖാദിൽ ഫർളി, അങ്ങനെയാണെങ്കിലും ഇവൻ എന്താണ് മസഹിന്റെ തുഹറിലാണെന്ന് പറയാൻ കാരണം എന്താ? ലിഅന്നഹു അവൻ ലം യഗ്സിൽഹുമാ ആ കാല് രണ്ടിനെ കഴുകിയിട്ടില്ല, ബിഇഅ്തിഖാദിൽ ഫർളി ഫർള് ഇഅ്തിഖാദ് ചെയ്തുകൊണ്ട് കഴുകിയിട്ടില്ല, ലിസുഖൂതിഹി ബിൽ മസഹി ആ ഫർള് സാഖിത്തായല്ല കഴുകിയപ്പോ. അപ്പൊ അതുകൊണ്ട് പിന്നീട് കാല് കഴുകിയിട്ടുണ്ടെങ്കിലും പറ്റൂല. ഗസല ഖദമൈഹി ഫഖത്ത്, അപ്പൊ അവൻ കാല് രണ്ടും മാത്രം കഴുകിയാ മതി. പിന്നെ രണ്ട് കാല് മാത്രം കഴുകുമ്പോ നീയത്തോടുകൂടെ കഴുകണം. പിന്നെ നീയത്തോണം അവിടെ ഫഖത്തിലി ബുത്തുലാനി തുഹരീമ, കാരണം രണ്ട് കാലിന്റെ തുഹറാണ് ബാത്തിലായത്. ദൂന ഗൈരിഹിമ, അത് രണ്ടും അല്ലാത്ത മുഖവും കയ്യിന്റെ ഒന്നും എന്താണ് ആ തുഹറ് ബാത്തിലായിട്ടില്ല. ബി ദാലിക്ക, എന്തുകൊണ്ട് ബാത്തിലായി? ഈ നസർ കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊക്കെ ബാത്തിലായത് അതാ. ലിഅന്നൽ അസ്ല അൽ ഗസ്ലു, കഴുകണം എന്ന് പറഞ്ഞത് കാരണം അസ്ല് ഗസ്ലാണല്ലോ. വൽമസഹ ബദലുൻ അൻഹു, തടകൽ അതിന് പകരാണ്. ഫൈദ ഖദറ അലൽ അസ്ലി തഅയ്യന, അപ്പൊ അസ്ലിന്റെ മേൽ സാധിച്ചാല് അത് ഉറപ്പ തഅയ്യുനായി. കാരണം ഈ സ്ഥലത്തൊക്കെ എന്താണ് അതിന് സാധിച്ചില്ല. ഖുഫ ഊരിയ പിന്നെന്തായി? ഖുഫ ഊരിയ പിന്നെ കഴുകാലോ. അപ്പൊ അത് അതിന് സാധിച്ചു എന്ന് പറഞ്ഞ് കുദ്റത്തുണ്ടായി. തയമ്മുമിൻ റഅൽ മാ മുത്തയമ്മിമിൻ, ഏത് തയമ്മം ചെയ്ത ആളെ പോലെ വെള്ളം കണ്ടാല്. അപ്പൊ അസില് എന്താണ് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാ. വെള്ളം കിട്ടിയപ്പോ എന്തായി? അതിന് കുദ്റത്തുണ്ടായി, അപ്പൊ മറ്റേ ബാത്തിലായി എന്ന പോലെ. വഫീ ഖൗലിൻ, ഇവിടെ ഒരു ഖിലാഫുണ്ട്. ഒരു ഖൗലനുസരിച്ച് യതവല്ലഹു, കാല് കഴിയപ്പോ ഒളു കൊടുക്കണം. ലിഅന്നൽ വുളൂഅ ഇബാദത്തുൻ യുബ്തിലുഹൽ ഹദസു, അതൊരു ഇബാദത്ത് വുളു എന്ന് പറഞ്ഞാൽ അതിനെ ഹദസ് ബാത്തിലാക്കും. ഫബത്തല കുല്ലുഹ, അതുകൊണ്ട് ആ ഇബാദത്ത് ഒന്നായിട്ടാ ബാത്തിലാകുക. ബി ബുത്തുലാനി ബഅലിഹ, അതിന്റെ ബഅല് ബാത്തിലായത്. അതായത് കാല് രണ്ടും കഴുകല് ബാത്തിലായാല്, അല്ല തടകല്, അതിന്റെ തുഹറ് ബാത്തിലായി കഴിഞ്ഞാല് അതൊന്നായിട്ടാ ബാത്തിലാകുക. കസ്സലാത്തി, നിസ്കാരം പോലെ. നിസ്കാരന്റെ ആ തഹിയ്യാത്തില് എന്താണ്, അല്ലെങ്കിൽ ഫാത്തിഹയില് ഒരായത്ത് പോയി, അപ്പോ ആ ഫാത്തിഹ മാത്രം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തിട്ടില്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ നിസ്കരിച്ച് തുടർന്ന് പോയി, മടക്കി ഓതിയിട്ടില്ല. അല്ലെങ്കിൽ റുക്കൂ സുജൂദിൽ എന്ത് ചെയ്തിട്ടില്ല, കാല് വെച്ചിട്ടില്ല. അതങ്ങനെ നിസ്കരിച്ച് പൂർത്തിയാക്കി. ഇപ്പൊ നിസ്കാരം ഒന്നായിട്ടല്ലേ ബാത്തിലായ, സുജൂദാണ് അല്ലെ കുഴപ്പമുണ്ടെങ്കിലോ. ഇജാബു ബി അന്ന സലാത്ത തജിബു ഫിഹൽ മുവാലാത്തു, ആ ഖൗലിന് മറുപടി പറഞ്ഞത് ഇതാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ മുവാലാത്ത് നിർബന്ധമുള്ളതാ. ബി ഖിലാഫിൽ ഉളൂയി, ഉളു അങ്ങനെയല്ല. ഉളു മുഖം കഴിയിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തായാ മതി, പിന്നെ ബാക്കി കൈ കഴിയാലും മതി. നിസ്കാരം അങ്ങനെയല്ലല്ലോ. ഫാത്തിഹ ഓതിയിട്ട് പിന്നെ പോയി ചായ ഒക്കെ കുടിച്ച് വന്നിട്ട് എന്താണ് റുക്കൂ ചെയ്താൽ പോരല്ലോ. അങ്ങനെ സുമ്മറായത്തു ഷാരിഹൻ അജാബ ബിനഹ്വിഹി, യുജാബു അങ്ങനെ മറുപടി പറയാമെന്നാ പറഞ്ഞു. എന്നാലൊരു ഷാരി അങ്ങനെ മറുപടി പറഞ്ഞ് പിന്നെ ഞാൻ കണ്ടു. ഇനി ഖറജ ബി തുഹിറിൽ മസഹി തുഹുറുൽ ഗസ്ലി, മസഹിന്റെ തുഹറിലാകുമ്പോഴാണ് ഖുഫ ഊരിയാൽ അല്ല ഇക്കാരണങ്ങൾ ഉണ്ടായാൽ കാല് കഴുകേണ്ടത്. അപ്പോ കാല് കഴുകിയ തന്നെ തുഹറാണെങ്കിലോ, അതായത് ഒളു എടുത്തിട്ട് അവനുള്ളത്, കാല് കഴുകി ഒളു എടുത്ത് ഖുഫ ധരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ അവന് ഖുഫ ഒന്ന് ഊരിയിട്ട് പിന്നെ ഇട്ട്, അപ്പൊ ഇത് മസഹിന്റെ തുഹറല്ല ഗസ്ലിന്റെ തുഹറ. അത് ഖാരിജായി. ബിയൻ തവല്ല വലബിസൽ ഖുഫ സുമ്മ നസഅഹു ഖബ്ലൽ ഹദസി ഔ അഹദസ, അല്ലെ അശുദ്ധി ഉണ്ടായി പക്ഷെ വലാകിൻ തവല്ല വഗസല റിജ്ലൈഹി ബിൽ ഖുഫി, കണ്ടോ അതിന്റെ ഉള്ളിലിട്ടുകൊണ്ട് ആ കാല് കഴുകിയിരുന്നു. ഫലാ യൽസമുഹു ഷൈഉൻ, കാരണം എന്താ, അപ്പൊ ഇവനൊന്നും നിർബന്ധമില്ല എന്ന് പറഞ്ഞാല് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒളു എടുക്കാൻ വേണ്ട കാല് കഴുകാൻ വേണ്ട എന്നർത്ഥം. അങ്ങനെ ഇനിയാണെങ്കിലോ ബാബ് കഴിഞ്ഞല്ലോ. ഇനി ബാബുൽ ഗസ്ലി അല്ലെ, ബാബുൽ ഗുസ്ലി. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.